കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള തീരുമാനമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് അതിൽ പ്രതിഫലം കാംക്ഷിച്ച് ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി അവരുണ്ട്. ആരാണോ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ കോപം കാണിക്കുന്നത്, ദേഷ്യം കാണിക്കുന്നത്, അവൻ അള്ളാഹിന്റെ ഭാഗത്തു നിന്നും ദേഷ്യവുമുണ്ട്. ക്ഷമ കാണിക്കാതെ ധൃതി കാണിച്ച് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മോശമായ വിചാരം സുഉദ്ദന്നില്ല ആരാണ് വെച്ചു പുലർത്തുന്നത്, അവൻ അള്ളാഹിന്റെ ഭാഗത്തു നിന്നും ദേഷ്യവുമുണ്ട്. ഈ ഹദീസ് ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ബാബു സബറിൽ കൊണ്ടുവന്നത് ഇതാണ്. അള്ളാഹുവിന്റെ പരീക്ഷണമുള്ളത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കാണ്. അപ്പൊ പരീക്ഷണം അധികരിക്കുമ്പോൾ അതിൽ ക്ഷമിച്ചു നിന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള തൃപ്തിയാണ് അവനുണ്ടാവുക. പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന, അള്ളാഹുവിനെ പറ്റി പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് അതിൽ അസഹിഷ്ണുത പുലർത്തുന്നവർ